ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്മീ ദീപക് മലയാളർ. അപ്പോൾ ഞാനൊരു പുതിയൊരു വീഡിയോ വ്ളോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതുവരെ OTT റിലീസിന് എത്തിയിട്ടുള്ള ചിത്രങ്ങളും അതുപോലെ തന്നെ ഇന്ന് OTT റിലീസിന് എത്തുന്ന പടങ്ങളും അപ്കമിങ് OTT റിലീസ് അപ്ഡേറ്റുകളെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ വ്ളോഗാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും നന്ദിയുണ്ട്, എൻ്റെ എല്ലാ വീഡിയോസും ഒരുവിധം എല്ലാവരും കാണുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയൊരു സന്തോഷമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ സജഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി നമ്മൾ കുറച്ചുകൂടി നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ വീഡിയോ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ചില ചിത്രങ്ങൾ OTT റിലീസിന് എത്തുന്ന ഒരു 42 ദിവസം കഴിഞ്ഞിട്ടാണ് OTT റിലീസിന് എത്തുന്നത്. തിയേറ്റർ റിലീസ് കഴിഞ്ഞ് ഒരു 42 ദിവസം കഴിഞ്ഞിട്ടാണ് OTT റിലീസിന് എത്തുക. ചില പടങ്ങൾ ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും OTT റിലീസിന് എത്തുക. അപ്പോൾ നമ്മൾ കണക്കൂട്ടെന്ന് പറയുന്ന OTT റിലീസ് ഒരു 42 ദിവസം കഴിഞ്ഞിട്ട് റിലീസ് ചെയ്യുന്നുള്ള ഒരു കണക്കൂട്ടിലാണ് നമ്മൾ പറയുക. ചിലരുടെ അടുത്ത് പറയുന്നു ഈ പടം ഇന്ന് എത്തുന്നുണ്ടല്ലോ, നാളെ വരുന്നുണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്താ തോന്നിയതുപോലെ തെറ്റായിട്ട് പറയുന്നത്? തെറ്റായിട്ട് പറയുന്നതല്ല, നമ്മളൊരു കണക്കൂട്ടലിൽ പറയുന്നതാണ്. പക്ഷേ ചിത്രങ്ങൾ ചിലപ്പോൾ 30 ദിവസം കൊണ്ടൊക്കെ OTT റിലീസിന് എത്തുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ ദിവസത്തിന് മുകളിലും OTT റിലീസിന് എത്തുന്നത്. ഒരുവിധം എല്ലാതും ഓൺ ടൈം തന്നെ വീഡിയോ ചെയ്യാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ ഒരു അകമഴിഞ്ഞ സപ്പോർട്ട് ഇനിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് സമയം വേസ്റ്റാക്കുന്നല്ല ഇതിൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് മൈ ചാനൽ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിരുന്ന വീഡിയോസിന് ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഗൈസ്, ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. അബ്രഹാം ഓസ്ലർ എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ജയറാമേട്ടൻ അതുപോലെ തന്നെ മമ്മൂക്ക എന്നിവർ തകർത്ത് അഭിനയിച്ച് 2024 മലയാളത്തിൽ ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് അടിച്ചിട്ടുള്ളൊരു മെഡിക്കൽ ത്രില്ലർ മൂവിയായിരുന്നു അബ്രഹാം ഓസ്ലർ എന്ന് പറയുന്നത്. നല്ലൊരു അഭിനയം തന്നെയാണ് ഒരുവിധം എല്ലാവരും കാഴ്ചവെച്ചിട്ടുള്ളത്. ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് അടിച്ചിട്ടുള്ള ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കുന്നത് ഡിസ്നി വേൾഡ് ഹോട്ട്സ്റ്റാറാണ്. ചിത്രം മാർച്ച് 20 കഴിഞ്ഞുപോയി. ചിത്രം ഇപ്പോൾ ഡിസ്നി വേൾഡ് ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. കാണാൻ താല്പര്യമുള്ളവർക്കെല്ലാം ഡിസ്നി വേൾഡ് ഹോട്ട്സ്റ്റാറിലൂടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. മറക്കുമ നെഞ്ചം എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ രക്ഷിൻ അതുപോലെ തന്നെ അരുൺ കുര്യൻ എന്നിവർ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള സ്ക്രൂ ലൈഫ് എന്താ പറയുക കോമഡി ഡ്രാമ ഭാഗത്തിലെടുത്തുന്ന ചിത്രമാണ് മറക്കുമ നെഞ്ചം എന്ന് പറയുന്ന ചിത്രം. ഈ ചിത്രം ഇപ്പോൾ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ടെൻഡക്കോട്ട, സിംപ്ലി സൗത്ത്, ആമസോൺ പ്രൈമിലൂടെ ഈ ചിത്രം ഇപ്പോൾ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. മാർച്ച് 20 ഈ ചിത്രം, മാർച്ച് 19 പറഞ്ഞിരുന്നെങ്കിൽ മാർച്ച് 20 ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചത്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഫൈറ്റർ എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഹൃതിക് റോഷൻ അതുപോലെ തന്നെ അനിൽ കപൂർ, ദീപിക പദുക്കോൺ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചുള്ള ഫുള്ളി പാക്ഡ് ആക്ഷൻ ത്രില്ലർ മൂവിയായിരുന്നു ഫൈറ്റർ എന്ന് പറയുന്നത്. ജനുവരി മാസം തിയേറ്റർ റിലീസ് ചെയ്ത് വലിയൊരു വിജയം നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയ നെറ്റ്ഫ്ലിക്സ് ആണ്. എന്താ പറയുക, ഫുള്ളി പാക്ഡ് സിദ്ധാർത്ഥ് ആനന്ദ് ചിത്രമാണ് നമ്മുടെ ഫൈറ്റർ എന്ന് പറയുന്നത്. ചിത്രം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ മാർച്ച് 21 സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഹിന്ദി ഭാഷയിൽ മാത്രമാണ് സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നത്. മലയാളം, തമിഴ്, തെലുങ്ക്, മലയാളം വരില്ല, മറ്റുള്ള ഭാഷകളൊന്നും ഇതൊരു അപ്ഡേറ്റ് വന്നിട്ടില്ല. ചിലപ്പോൾ മേ ബി ചിത്രം വരുമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് കാത്തിരിക്കാം. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കും. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഹേ വദൻ മേരാ വദൻ എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സാറ അലി ഖാൻ അതുപോലെ ഇമ്രാൻ ഹാഷ്മി എന്നവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ളൊരു മിസ്റ്ററി ത്രില്ലർ ഡ്രാമ വിധത്തിലെടുത്തുന്ന ചിത്രമാണ് ഹേ വദൻ മേരാ വദൻ എന്ന് പറയുന്ന ചിത്രം. ഈ ചിത്രം ഇപ്പോൾ നമ്മുടെ ആമസോൺ പ്രൈമിലൂടെ ഡയറക്റ്റ് OTT റിലീസാണ്. ചിത്രം ഇപ്പോൾ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെയാണ് ചിത്രം ആമസോൺ പ്രൈമിലൂടെ ഇപ്പോൾ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ ആമസോൺ പ്രൈമിലൂടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഭൂതഡാം ഭാസ്കർ നാരായണ എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഒരു മിസ്റ്ററി ത്രില്ലർ കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു ചിത്രമാണ് ഭൂതഡാം ഭാസ്കർ നാരായണ എന്ന് പറയുന്ന ചിത്രം. ഈ ചിത്രം ഈ വരുന്ന മാർച്ച് 22 ആഹാ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. ഫുള്ളി ത്രില്ലർ പാക്കഡ് ചിത്രമാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. തെലുങ്ക് ഭാഷയിൽ മാത്രമാണ് ഈ വരുന്ന മാർച്ച് 22 ആഹാ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ആമസോൺ പ്രൈമിലൂടെയാണ് ഈ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. ഈ ഒരു ചിത്രത്തെക്കുറിച്ച് പറയാൻ കാരണം, അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു ചിത്രം പ്രതിപാദിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിത്രം ആമസോൺ പ്രൈമിലൂടെ ഈ വരുന്ന മാർച്ച് 21 സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഈ ചിത്രം മലയാളത്തിലടക്കമാണ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെയാണ് ഈ ഒരു ഇംഗ്ലീഷ് മൂവി സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. ആമസോൺ പ്രൈമിലൂടെ മാർച്ച് 21 സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. ആമസോൺ പ്രൈമാണ് ഈ ഒരു ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം ഈ ഒരു ചിത്രം ഈ വരുന്ന മാർച്ച് 21 മലയാളം ഭാഷയടക്കം ഒരു ഇംഗ്ലീഷ് മൂവി വരുന്നത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ചിത്രം കൂടി നമ്മൾ ഈ ഒരു നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കാരണം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കൊക്കെ ആമസോൺ പ്രൈമിലൂടെ ഈ ചിത്രം കാണാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷയിലൂടെ ഈ ചിത്രം കാണാവുന്നതാണ്.
ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ലാൽ സലാം എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ വിഷ്ണു വിശാൽ അതുപോലെ തന്നെ വിക്രാന്ത് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് ഒപ്പം തന്നെ ഒരു കാമിയോ റോളിൽ നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്തും കൂടി തകർത്ത് അഭിനയിച്ചുള്ള ഒരു ചിത്രമായിരുന്നു ലാൽ സലാം എന്ന് പറയുന്നത്. ഫെബ്രുവരി മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു വിജയം നേടാതെ പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OT റൈറ്റ്സ് ഒന്നുമായിട്ടുള്ള നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം എന്ന് വരാൻ നോക്കുകയാണെങ്കിൽ മേ ബി ഈ ചിത്രം ഈ വരുന്ന മാർച്ച് 22-ാം തീയതിയോ മാർച്ച് 29 ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. നമ്മുടെ രജനീകാന്തിന്റെ മകൾ ഐശ്വര്യ രജനീകാന്താണ് ചിത്രം ഡയറക്റ്റ് ചെയ്തിട്ട് ചിത്രം വലിയ ഒരു സ്പോർട്സ് ഡ്രാമ ഭാഗത്തിലെടുത്താകുന്ന ചിത്രമാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ലവർ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ മണികണ്ഠൻ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഡ്രാമ ഭാഗത്തിലെടുത്താകുന്ന ഒരു ചിത്രമാണ് ലവർ എന്ന് പറയുന്നത്. ചിത്രം ഈ വരുന്ന മാർച്ച് 27-ാം തീയതി ഡിസ്നി ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെയും അതുപോലെ തന്നെ സിംപ്ലി സൗത്തിലൂടെയും ടെൻഡാക്കോട്ടയിലൂടെയും ചിത്രം തമിഴ് ഭാഷയിലൂടെയും സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. മാർച്ച് 27-ാം തീയതിയാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. തിയേറ്ററിൽ കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയിട്ടുള്ള ഈ ഒരു ചിത്രം ഈ മാർച്ച് 27-ാം തീയതി പ്രമുഖ 3 OTT പ്ലാറ്റ്ഫോമിലൂടെയാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. റാഹേൽ മകൻ കോര എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ആൻസൺ പോൾ അതുപോലെ തന്നെ മെറിൻ ഫിലിപ്പ്, അൽതാഫ് സലീം എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി എന്റർടൈൻമെന്റ് വിഭാഗത്തിലെടുത്താകുന്ന ചിത്രമാണ് റാഹേൽ മകൻ കോര എന്ന് പറയുന്നത്. ഡിസംബർ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ള നമ്മുടെ സൈന പ്ലേ ആണ്. സൈന പ്ലേയിലൂടെ ചിത്രം ഈ വരുന്ന മാർച്ച് 27-ാം തീയതി സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ ഈ ഒരു കൊച്ചു ചിത്രത്തിന്റെ OT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. പ്രേമലു എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. മലയാളത്തിലെ ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് അടിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു പ്രേമലു എന്ന് പറയുന്നത്. നമ്മുടെ നെസ്ലിനും അതുപോലെ തന്നെ മമിത ബൈജും കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ബ്ലോക്ക് ബസ്റ്റർ കോമഡി എന്റർടൈൻമെന്റ് വിഭാഗത്തിൽ കൊടുത്താകുന്ന ചിത്രമാണ് പ്രേമലു എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രം ഒരു ഏകദേശം ഒരു 150 കോടിക്ക് മുകളിൽ കളക്ഷനൊക്കെ എത്തി വലിയൊരു വലിയൊരു ബിസിനസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു. ഈ ഒരു ചിത്രത്തിന്റെ OT റൈറ്റ്സ് ഒന്നുമാക്കിയത് ഡിസ്നി ഹോട്ട്സ്റ്റാർ ആണ്. ചിത്രം ഈ വരുന്ന മാർച്ച് 29-ാം തീയതി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ ഡിസ്നി ഹോട്ട്സ്റ്റാറിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. സൈറൻ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ജയൻ രവി അതുപോലെ തന്നെ കീർത്തി സുരേഷ്, അനുപമ പരമേശ്വരൻ എന്ന കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ചിത്രമാണ് സൈറൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OT റൈറ്റ്സ് സ്വന്തമാക്കിയത് ഡിസ്നി ഹോട്ട്സ്റ്റാറാണ്. ചിത്രം ഈ വരുന്ന മാർച്ച് 29-ാം തീയതിയോ അല്ലെങ്കിൽ ഏപ്രിൽ 5-ാം തീയതിയോ ചിത്രം ഡിസ്നി ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു വെബ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. ഒരു തമിഴ് വെബ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. ഇൻസ്പെക്ടർ ഋഷി എന്ന് പറയുന്ന ഒരു വെബ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. നമ്മുടെ നവീൻ ചന്ദ്ര കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഹൊറർ ത്രില്ലർ കാറ്റഗറി ഡ്രാമ വിഭാഗത്തിലെടുത്താവുന്ന ഒരു ചിത്രമാണ് അല്ലെങ്കിൽ വെബ് സീരീസ് ആണ് ഇൻസ്പെക്ടർ ഋഷി എന്ന് പറയുന്നത്. ഈ ചിത്രത്തിന്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര നിഗൂഢത അല്ലെങ്കിൽ തന്നെ ഈ ഒരു ചിത്രം കാണണം എന്നുള്ളൊരു നിഗൂഢത തന്നെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. ഈ ചിത്രം ഈ വരുന്ന മാർച്ച് 29-ാം തീയതി തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെയാണ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്തായാലും ഈ ഒരു ചിത്രം കാണണം എന്നുള്ളൊരു അപ്ഡേറ്റ് ഉണ്ട്. ഈ ഒരു വെബ് സീരീസ് കാണുന്നുള്ളത് കാരണം ഞാൻ ത്രില്ലർ മേക്കിംഗ് തന്നെ അടിപൊളിയാണ്. അതിൻ്റെ ട്രെയിലർ മേക്കിംഗ് ഒക്കെ വന്നിട്ടുള്ളത്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. തങ്കമണി എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. ഒരു ട്രൂ സ്റ്റോറി ബേസ് ചെയ്തിട്ടുള്ള ദിലീപേട്ട കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് ഈ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു വിജയം നേടാതായിട്ടുള്ള ഒരു ചിത്രമായിരുന്നു തങ്കമണി എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OT റൈറ്റ്സ് സ്വന്തമാക്കിയത് സൈന പ്ലേ ആണ്. സൈന പ്ലേയിലൂടെ ചിത്രം എന്ന് വരെ നോക്കുകയാണെങ്കിൽ മേ ബി ഈ ചിത്രം നമുക്കൊരു വിഷു പ്രീമിയർ ആയിട്ടൊക്കെ ഏപ്രിൽ മാസം 14-ാം തീയതിക്കുള്ളിൽ കേട്ട് ചിത്രം നമ്മുടെ സൈന പ്ലേയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OT റിലീസിന് വേണ്ടിയിട്ട്. തിയേറ്ററിൽ വലിയൊരു ഫ്ലോപ്പായി മാറിയിട്ടുള്ള ഒരു ചിത്രം കൂടിയായിരുന്നു തങ്കമണി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OT റിലീസിന് വേണ്ടി. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. മലയാള സിനിമ ഇതുവരെ കണ്ടതിൽ തന്നെ ഒരു സർവകാല റെക്കോർഡ് ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് അടിച്ചിട്ടുള്ള ചിത്രമായിരുന്നു മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്നത്. ഏകദേശം 200 കോടിക്ക് മുകളിലാണ് ഈ ചിത്രത്തിന്റെ ബിസിനസ് നടന്നിരിക്കുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ ട്രൂ സ്റ്റോറി ബേസ് ചെയ്തിട്ടുള്ള ചിത്രമാണ്. യഥാർത്ഥ കഥയെ ആസ്പദമാക്കി ഒരുക്കിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OT റൈറ്റ്സ് ഒന്ന് ബാക്കിൽ ഡിസ്നി ഹോട്ട്സ്റ്റാറാണ്. ചിത്രം എന്ന് വരെ നോക്കുകയാണെങ്കിൽ മേ ബി ചിത്രം വിഷു പ്രീമിയർ ഒക്കെ ആയിട്ട് OT റിലീസിന് എത്താം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വീണ്ടും കണ്ടു.